ഓണറബിൾ CM വിജയുടെ അവസാന ചിത്രമായ ജനനായകനിലെ ദ ട്രൂ ലീഡർ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. യശുവിനോട് ഇതുമാതിരി നെയ്ക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇതാ ഒരു എൻട്രിയാണ് കേട്ടാ. ഏയ്, ഏയ്, വിരൽ ചൂണ്ടാണ്ട. സെക്കൻഡ് ഹാഫിലെ സീനാണ്. ഈ സത്യത്തില് ഒരു പടം റിലീസ് ചെയ്യുന്നതിന്റെ തലേന്ന് രാത്രിയാണ് ദ ട്രൂ ലീഡർ അവര് റിലീസ് ചെയ്യുന്നത്. അപ്പോ ആ പാട്ട് റിലീസ് ചെയ്തപ്പോൾ അതില് ഇതിനു മുമ്പ് ഇത് എന്താ പറയുക ലീക്ക എന്ന് പറഞ്ഞ് ഈ ഒരു പാട്ട് ട്രൂ ലീഡർ. അപ്പൊ എല്ലാരും പറഞ്ഞ ഹനുമാൻ കൈൻഡ് ആണ്, അനിരുദ്ധും ഹനുമാൻ കൈൻഡും ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ആ സമയം എല്ലാവരും കേട്ടപ്പോഴും ഹനുമാൻ കൈൻഡ് ഒരു വോയിസ് പോലെ തന്നെയാണ് എല്ലാവരും തോന്നിയത്. ബട്ട് ഇത് പാട്ട് വന്നപ്പോഴാണ് എല്ലാവരും മനസ്സിലായത് ഇത് ഹനുമാൻ കൈൻഡ് അല്ല പാടിയത്, വേറൊരു പുള്ളിക്കാരനാണ്. ആ പുള്ളിയുടെ പേരെനിക്ക് വിട്ടു, അമോഘ് ബാലാജി അങ്ങനെ അതൊരു പുള്ളിക്കാരനാണ് പാടിയിട്ടുള്ളത്. ബട്ട് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ റാപ്പ് ആയിരുന്നു. പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് വന്ന് ആ ഒരു ദളപതിന്റെ ആ ഒരു ഇതില് ആ കിടിലൻ മൊമെന്റും ആയിരുന്നു. സർട്ടിഫിക്കറ്റ് പണം. ഓ അതൊക്കെ തന്നെ അവർ ഏറെ ഇതിൽ കൊടുക്കാതെ തളപതി പഞ്ച് സൂപ്പറായിരുന്നു കേട്ടാ. സീനാണ് ചോട്ട് തളപതി ഇടയ്ക്ക് ഉദയനെ പിടിച്ചിട്ട് സിറ്റുവേഷൻ പോലെ ആയിരുന്നു ട്രോളിലൊക്കെ. തെറിയിൽ വെക്കുന്ന പോലെ കണ്ടായി. പ്രകാശ് രാജാസ് ദ ട്രൂ ലീഡർ. സത്യത്തില് ഈ പാട്ട് തിയേറ്ററിൽ ഇട്ടപ്പോഴും കിട്ടില്ല ഇമ്പാക്ട് ആയിരുന്നു. അതായത് ഈ തള്ളപതി എന്ന് വിളിച്ചു പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് റാപ്പ് പോലും അനിരുദ്ധിന്റെ കത്തിക്കലായിരുന്നു. അനിരുദ്ധ് ഇതുപോലെ തന്നെയാണ് രാവണ മൗണ്ടായാലും ആ തുടക്കം വന്നിട്ട് ആ രാവണ മൗണ്ട് എടുത്തിടുമ്പോഴും ഒരു സൂപ്പറായിട്ട് അനിരുദ്ധ് ആ ഒരു പ്ലേസ്മെന്റ് ഒക്കെ. സത്യത്തില് തളപതി വിജയ് അനിരുദ്ധ് ഈ രണ്ടുപേരും ആ സിനിമയെ ലിഫ്റ്റ് ചെയ്താൻ വഹിച്ച ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് അന്യായം തന്നെയാണ്. വിജയ് സാറിന്റെ ഓറ, സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി ഒക്കെ തന്നെയാണ്. അനിരുദ്ധിന്റെ ആ മ്യൂസിക്കും പാട്ടൊക്കെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കായിരിക്കുമ്പോൾ ആ ഒരു സെറ്റിങ്ങിലൊക്കെ ഇടുമ്പോൾ കിട്ടില്ല ഇമ്പാക്ട് തന്നെ ആയിരുന്നു ഈ ദ ട്രൂ ലീഡർ തീമൊക്കെ. അനിരുദ്ധ് ആൾവേസ് വിജയ് സാറിന് ചെയ്യണ പോലെ ഇപ്പൊ കത്തിയാവട്ടെ, മാസ്റ്റർ ആവട്ടെ, ബീസ്റ്റ് ആവട്ടെ, ലിയോ ആവട്ടെ, ഇപ്പം ജനനായകൻ എല്ലാം ഒന്നിനൊന്ന് മെച്ച ആൽബം തന്നെയാണ് തന്നിരിക്കുന്നത്. നല്ല BGM, നല്ല സ്കോഴ്സ്, നല്ല പാട്ടുകളൊക്കെ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതലും എക്സ്പെക്ടേഷനില്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പി ആയത് ഞാൻ യശുവിനോദ് ഇമ്മാതിരി ഒരു ഫൈറ്റ് സീനുകളോ അല്ലെങ്കിൽ ഇമ്മാതിരി ഒരു ഫ്ലാഷ് ബാക്ക് സീൻ അല്ലെങ്കിൽ ഇമ്മാതിരി ഒരു റോളൊക്കെ അതായത് തളപതി വിജയ് വന്നപ്പോൾ ആ ഒരു ഇമ്പാക്ട് ഫുൾ ആയിട്ടുള്ള ഒരു റോള് വിജയ് വന്നപ്പോൾ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു മേക്കിംഗ്, ഞാൻ ഇത്രയും നല്ലൊരു ഫൈറ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. അതിപ്പോ ഈ ഒരു ഫൈറ്റ് ആവട്ടെ, വിജയ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ ഈ ഉള്ള ഒരു ഫൈറ്റ്, ആ ഒരു ഫ്രെയിം വയ്ക്കുന്ന രീതി, ആ ഒരു വിഷ്വൽ കാണിക്കുന്ന രീതി, ആ ഒരു എലവേഷന്റെ രീതി എല്ലാം പക്ക അന്യായമായിരുന്നു. ഇതുപോലെ തന്നെയാണെന്നും ഈ രാവണ മൗണ്ട സോങ്ങിൽ ഇതുപോലെ ആ കാട്ടിന്ന് വിജയ് ചാടി വന്നിട്ടുള്ള ആ ഒരു ഫൈറ്റ്, കാട്ടിലെ ഫൈറ്റ്. അപ്പോ ഞാൻ അപ്പൊ ആലോചിച്ചു വിനോദ് തളപതി വിനോദ് നമ്മൾ വിചാരിച്ച ആളല്ലേ. കിടിലനായിട്ട് വിജയ് സാറിന് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൽ നല്ല ആക്ഷൻ മാസ് പാക്കഡ് സാധനങ്ങൾ നിറച്ചു കൊടുത്തു. അതിൽ കിടിലൻ ഓറ സീൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ വിജയ് സാറിന് നല്ല രീതിക്ക് തന്നെ എലവേറ്റ് ചെയ്തു, നല്ല രീതിക്ക് തന്നെ സ്ക്രീനിൽ കാണിച്ചു, ഷോ ചെയ്തു. സത്യത്തിൽ സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പടത്തിന് പല റിവ്യൂസും ഉണ്ടാവാം, നെഗറ്റീവ്, പോസിറ്റീവ്, മിക്സ്ഡ്, ഡിസാസ്റ്റർ, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ഒരു നായകൻ ഇതുപോലെ ഒരു അവസാന പടത്തിന് ഇങ്ങനെ ഇറങ്ങുക, അതെല്ലാവരും ഒന്ന് കാണുക എന്നൊക്കെ പറയുന്നത് വൺ മാൻ അച്ചീവ്മെന്റ് തന്നെയാണ്. അതിൽ വേറെ സംശയം
ഒന്നുമില്ല. ദ ട്രൂ ലീഡർ എന്നൊരു തീം മ്യൂസിക്. ബട്ട് ദ ട്രൂ ലീഡർ ആരാണെന്ന് ആ പേരിന് അനുയോജ്യനായ നായകൻ അല്ലെങ്കിൽ നാടിന്റെ നായകൻ ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ദ ട്രൂ ലീഡർ, തമിഴ്നാടിന്റെ ദ ട്രൂ ലീഡർ ആയിട്ട് ഇപ്പൊ അദ്ദേഹം സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, സിനിമയിൽ കാണിച്ചതൊക്കെ, സിനിമയിൽ ആ പേര് തന്നെ ഇപ്പൊ അദ്ദേഹം നേരിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനോളം മാസ് വേറെ ഉണ്ടോ?